ബോബി എന്ന് വിളിക്കുന്ന പേര്. ഞാൻ ഞാവള്ളിയിൽ ആണ്ടുകുന്നലെ കരൂരിനും അന്ത്യാളത്തിനും ഇടയ്ക്കാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇതെൻ്റെ വൈഫ് സിൻലറ്റ്, ഇത് മൂത്തയാള് അലിക്ക്, രണ്ടാമത്തെ ആള് ഫെലിക്സ്. ഇത് ഞങ്ങളുടെ ജ്യേഷ്ഠൻ, ഈ ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ടുള്ള ആളാണ്. ഞങ്ങൾ ഞാവള്ളിയിൽ ആണ്ടുകുന്നൽ കുര്യൻചാണ്ടി മെമ്മോറിയൽ ഇൻഫന്റ് ജീസസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വൈദ്യശാലയിൽ നിർമ്മിച്ചു നൽകുന്ന 11 വീടുകളുടെ വെഞ്ചിരിപ്പും അതോടൊപ്പം തന്നെ ഓഫീസ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ മറ്റ് 14 വീടുകളുടെ കല്ലിടൽ ചടങ്ങോടെയാണ് ഈ മാസം 18-ാം തീയതി 3 മണിക്ക് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് നിർവഹിക്കുന്നത്. ആ അവസരത്തിൽ തീർച്ചയായിട്ടും കേരള സംസ്ഥാനത്തിൻ്റെ 3 മന്ത്രിമാർ, പ്രത്യേകിച്ച് കോട്ടയത്തെ മിനിസ്റ്ററായിട്ടുള്ള വാസവൻ സാറ്, MP രാഗേഷ് മിനിസ്റ്റർ, റോഷി അഗസ്റ്റിന്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഫ്രാൻസിസ് ജോർജ് MP, UDF കൺവീനർ അടൂർ പ്രകാശ്, പാലായുടെ നമ്മുടെ രാജ്യസഭാ MP ജോസ് കെ മാണി, അതോടൊപ്പം തന്നെ പാലായുടെ MLA മാണി സി കാപ്പൻ, പനക്കലച്ചൻ, മറ്റ് ഇടവകയിലെ വികാരിയച്ചന്മാർ, അതുപോലെ മറ്റ് പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ മറ്റാളുകളൊക്കെ പങ്കെടുക്കുന്ന ഈ ഒരു ചടങ്ങിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഞാൻ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ഈ ചടങ്ങിൽ വന്ന് പങ്കെടുക്കുകയും ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രൊജക്റ്റിന് ഉള്ള ഒരു പ്രാർത്ഥനകളും മറ്റും ഉണ്ടാവണം എന്നും അപേക്ഷിക്കുകയാണ്. ഇത് 3 ഏക്കർ സ്ഥലമാണ്. ഈ 3 ഏക്കർ സ്ഥലത്ത് നമ്മൾ മേടിച്ച് ഇത് ചെയ്യുന്നതാണ്. 3 ഏക്കർ സ്ഥലത്ത് ട്രസ്റ്റിന്റെ പേരിൽ വാങ്ങിയിട്ട്. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇത് ശരിക്കും പാലാ ബിഷപ്പ്, എൻ്റെ ചെറുപ്പം പോലുള്ള ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതൊരു നാട്ടിലൊരു നല്ലൊരു അനാഥാലയം ചെയ്യണമെന്ന്. ഞങ്ങളൊക്കെ പുറത്തായതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് പ്രാക്ടിക്കലായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനോട് സംസാരിച്ചപ്പോൾ പാലാ ബിഷപ്പിന്റെ ഹോം പാലാ പ്രൊജക്റ്റിനെ പറ്റി വളരെ നന്നായിട്ട് എനിക്ക് പിതാവ് പറഞ്ഞു തന്നു. പിതാവ് ചെയ്യുന്നത് ഇത്രയും വലിയ കാര്യമാണ്. വീടില്ലാത്ത ആളുകൾക്ക് ഇത്രയും വലിയൊരു കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പം അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് കേട്ടപ്പോൾ അതിൽ നിന്നുള്ള ഒരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അടുത്ത തലമുറയ്ക്കും വീണ്ടും അത് ആകുമല്ലോ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതൊരു കോമ്പൗണ്ടിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ വന്ന് ഒരു വിഷ്വൽസ് ഒക്കെ എടുക്കാനായിട്ട് സംവിധാനങ്ങൾ ചെയ്യും. ഏകദേശം ഒരു 12 രൂപ മുടക്ക് അല്ലെ, 12 ലക്ഷം രൂപ മുടക്കായിട്ടുണ്ട്. നിങ്ങൾ ആ വീട് വന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവും. അത്രയും മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. 700 സ്ക്വയർ ഫീറ്റ് അല്ലേ? അത്യാവശ്യം മുഴുപ്പുണ്ട്. നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് കഴിയുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് അവിടെ പോകാം, എൻ്റെ വിഷ്വൽസ് എടുക്കാം, കണ്ട് എല്ലാം കരിങ്കല്ലൊക്കെ ഇട്ട് കെട്ടി മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു കോമ്പൗണ്ടാ. അത് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടി. ആ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ അതിനകത്ത് ജെനുവിൻ ആയിട്ടുള്ള ആളുകളുടെ മാത്രം ഇത് ധരിച്ച്, അതിനകത്ത് ഒരിക്കലും ഒരു കാര്യം നിർബന്ധമുള്ളത്, ഇതിന്റെ ബെനഫാക്ചേഴ്സ് ആരാണെന്ന് ഒരിക്കലും പുറത്ത് അവരുടെ ഒരു ഫോട്ടോ എടുക്കാനോ മറ്റു മാധ്യമങ്ങളിൽ കൊടുക്കാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ഈ ചെയ്യുന്ന ഒരു വർക്ക് സത്യസന്ധമായിട്ടാണ്. അപ്പൊ അത് ഒരിക്കലും നമ്മൾ അവരുടെ ഇല്ലായ്മയെ നമ്മൾ ചൂഷണം ചെയ്യുകയോ ഒരു മാർക്കറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നമുക്ക് ഇതിൻ്റെ ഇല്ല. അത് മാത്രമേ ഉള്ളൂ. ഇപ്പം ആപ്ലിക്കേഷൻ തന്നേക്കുന്ന എല്ലാവരും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ആപ്ലിക്കേഷൻ ആണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്ത് അർഹതപ്പെട്ടവരാണോ എന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത് ചെയ്തിരിക്കുന്നത്. എല്ലാ മതത്തിലും ഉണ്ടോ? എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഉണ്ട്. അത് ആപ്ലിക്കേഷൻ എടുത്തപ്പോൾ അങ്ങനത്തെ ഒരു കൺസിഡറേഷൻ നോക്കില്ല. ജെനുവിൻ ആയിട്ടുള്ള ആളുകൾ ആരാണോ എന്ന് നോക്കി മാത്രമാണ് ചെയ്തിരിക്കുന്നത്.